ശരിക്ക് ഇന്ത്യയിൽ ആരാണ് പൗരന്മാർ? ഇത് നിശ്ചയിക്കുന്നത് ആരാണ്? 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ തുടർച്ചയായ ഒരു ഗവൺമെൻറ്റിന് അധികാരം കിട്ടിയെന്ന് വിചാരിച്ച് ഈ രാജ്യത്തെ പൗരന്മാരുടെ മേൽ കുതിര കയറാൻ ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നത്? എല്ലാ പൗരന്മാരും വന്നത് ആഫ്രിക്കൻ കാടുകളിൽ നിന്നാണെന്നേ. അപ്പോൾ പറയും ഇവിടെ മോഹൻജദാരോയുടെയും അതുപോലെ തന്നെ ഹാരപ്പയുടെയും നാളുകളിൽ ഇവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. തർക്കമില്ല, ഇവിടെയും കുറേ ആളുകളുണ്ടായിരുന്നു. ഇവിടുത്തെ കാട്ടിലും ഉണ്ടായിരുന്നു കുറച്ച് ആളുകൾ. അവിടുത്തെ കാട്ടിൽ നിന്ന് കൂടുതൽ പേര് വന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ അറബികൾ വന്നു, വിദേശികൾ വന്നു, ക്രിസ്ത്യാനികൾ വന്നു, മുസ്ലിങ്ങൾ വന്നു, പാഴ്സികൾ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഇംഗ്ലണ്ടുകാർ വന്നു, ഒരുപാട് പേര് വന്നു. ഇവിടെ പൗരത്വ വിഷയം ഇപ്പോൾ വലിയ വിഷയമാണ്. പാസ്പോർട്ടാണോ പൗരത്വ രേഖ? ആർക്കും അറിയത്തില്ല. ഇലക്ഷൻ ID കാർഡ് പൗരത്വ രേഖയാണ്? അതുമല്ല. റേഷൻ കാർഡാണോ? അതുമല്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണോ? ബാങ്ക് പാസ്ബുക്കാണോ? അതുമല്ല. പിന്നെ എന്താണ് ഈ പൗരത്വ രേഖ? ഇവിടെ ഒരാൾ ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പൗരത്വം നിർണ്ണയിക്കുന്നത് എങ്ങനെ? ഇനി പരമ്പരാഗതമായി ഇവിടെ ജനിച്ചാലേ പറ്റുള്ളൂ, ഇവിടെ വന്ന് പുതുതായിട്ട് ജനിച്ചാൽ പറ്റത്തില്ലേ? അപ്പൂപ്പൻ്റെ കാലം മുതൽ ഇവിടെ ഉണ്ടായിരുന്നവർക്ക് ഇത് കൊടുക്കത്തുള്ളൂ? അതോ ജാതി നോക്കി കൊടുക്കുമോ? മതം നോക്കി കൊടുക്കുമോ? എന്താണ് പൗരത്വത്തിൻ്റെ രീതി? എന്ത് ബില്ലാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, BJP ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രവർത്തകൻ, വളരെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ടെലഗ്രാഫിൻ്റെ പത്രപ്രവർത്തകനായ ഒരു പത്രപ്രവർത്തകന് അദ്ദേഹത്തിന് ഇലക്ഷൻ ID-യിൽ ഇലക്ഷൻ്റെ ലിസ്റ്റിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞ് പാസ്പോർട്ട് കൊടുക്കുന്നില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കിടക്കുന്നതും പാസ്പോർട്ടുമായിട്ട് എന്തൊരു ബന്ധം? എന്നാൽ പാസ്പോർട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്ന് പാസ്പോർട്ടും വന്നാൽ അത് പൗരത്വമായിട്ട് അംഗീകരിക്കില്ല. അപ്പോൾ പൗരത്വം അവൻ എന്ത് ചെയ്യണമെന്നേ? ആധാർ കാർഡ് പൗരത്വം അല്ല. പിന്നെ പൗരത്വത്തിൻ്റെ രേഖ എന്താണ് ഇവിടെ? വളരെ ഗൗരവമായൊരു വിഷയമാണ്. കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ എല്ലാവർക്കും പൗരത്വ രേഖ കൊടുക്കണം. സെൻസസ് എടുത്ത്, ഇപ്പോൾ സെൻസസ് വരെയല്ലേ, സെൻസസ് എടുത്തു കഴിയുമ്പോൾ ആ സെൻസസിൻ്റെ ഡേറ്റ വെച്ചുകൊണ്ട് സകല ആളുകൾക്ക് സർക്കാർ വീട്ടിൽ അയച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ പേരിൽ പോയി രജിസ്റ്റർ ചെയ്യാനും ഫോട്ടോ എടുക്കാനും പറയരുത്. പൗരത്വ രേഖ അല്ലാതെ അയച്ചു കൊടുക്കണം. ഇത് അയാളെ ഇന്ത്യൻ പൗരനാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. പൗരന്മാരാണോ അല്ലയോ എന്നുള്ള തർക്കമാണ് നടക്കുന്നത്. നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കണം, അത് വേറെ വിഷയം. നുഴഞ്ഞുകയറ്റത്തിന് ഇല്ലാതാക്കണം, നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം, അവരെ പുറത്താക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പുറത്ത് പൗരത്വം എന്നതിൻ്റെ പേരിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് മോദി ഗവൺമെൻറ്റും അമിത്ഷായും ഒക്കെ വളരെ ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ ഹോംവർക്ക് ചെയ്യേണ്ടതാണ്, ഗൃഹപാഠം ചെയ്യേണ്ടതാണ്. ആരാണ് ഇന്ത്യൻ പൗരൻ? സ്ത്രീ ആയാലും പുരുഷനായാലും ആർക്കാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ളത്? ഇത് ഗൗരവമായ ചോദ്യമാണ്. ഇത് ബോർഡർ ഏരിയയിൽ കുറച്ച് പേര് നുഴഞ്ഞു കയറുന്നു, അത് പിടിച്ചോളൂ. അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് നേരത്തെ കുറച്ച് പേർ നുഴഞ്ഞ് കയറിയവരുണ്ട്, അവരെ പിടിച്ചോളൂ. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ഇവിടെ ജീവിച്ച്, ഇവിടെ ജനിച്ച്, ഇവിടെ വളരുന്ന ആളുകളെ പൗരത്വ ബില്ലിൻ്റെ പേരിൽ, പൗരത്വത്തിൻ്റെ പേരിലൊക്കെ പീഡിപ്പിക്കുകയും ഏതെങ്കിലും ലിസ്റ്റിൽ പേരുണ്ടെന്നോ പേരില്ലെന്നോ പറഞ്ഞ് ഇവിടെ വല്ലാതെ മാനസിക പീഡനം നടത്തുകയൊക്കെ ചെയ്യുന്നത് എന്ത് ന്യായമാണ് പറയാനുള്ളത്? ഇറ്റ് ഈസ് നോട്ട് ഫെയർ. 70 വർഷമായില്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്? നാളിതുവരെ ഇല്ലാത്ത പുതിയൊരു കണ്ടുപിടുത്തമാണ്, പുതിയൊരു ദുരന്തമാണ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, പൗരത്വ ദുരന്തം. ഇത് വലിയ ദുരന്തമാണ്. പുറത്തുനിന്നുള്ളവരെ കളയണം. ഞാൻ പറഞ്ഞല്ലോ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് പൗരത്വം കൊടുക്കണം, നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു വിടുക, നുഴഞ്ഞുകയറ്റക്കാരെ പറഞ്ഞു വിടുക. അതിന് വേറെയാണ് പരിപാടി. അതിനകത്ത് അതിൻ്റെ പേരിൽ അകത്ത് നിൽക്കുന്ന നമുക്കിഷ്ടമില്ലാത്തവർക്കെല്ലാം പൗരത്വമില്ല എന്ന് പറഞ്ഞ്, നമുക്കിഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ പാർട്ടിയിൽ ആരെങ്കിലും വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കെല്ലാം രേഖകൾ കൊടുക്കാതിരുന്ന് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നേ. ഇപ്പോൾ ഭരിക്കുന്നവർക്കോ അല്ലെങ്കിൽ നേരത്തെ ഭരിച്ചവർക്കോ ഉള്ളൊരു തീറെഴുതിയ അട്ടിപ്പേർ എഴുതി കൊടുത്ത രാജ്യമല്ല. അട്ടിപ്പേർ എടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തോറ്റുപോയിട്ടുമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ സർവ്വ മതങ്ങൾക്കും സർവ്വ സംവിധാനങ്ങൾക്കും എല്ലാവർക്കും അവസരമുള്ളൊരു നാടാണിത്. ഇത് വേറൊരു മണ്ണാണ്. ഇത് മറ്റേ വിദേശ കൊളോണിയൽ രാജ്യങ്ങൾ പോലുള്ള രാജ്യമേ അല്ല. ഇത് പ്രത്യേകതരം ഒരു മണ്ണാണ്, പ്രത്യേകതരം സമൂഹമാണ്, ഒരു സനാതന ധർമ്മമുള്ള നാടാണ് ഇവിടെ. ഇവിടെ വരുന്നവരെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്നവരാണ്. അവരിടയിൽ ഈ പൗരത്വം എന്ന് പറഞ്ഞൊരു കുത്തിത്തിരിപ്പ് കൊണ്ടുവരുന്നത്. പൗരത്വ ബില്ല് വെച്ചോളൂ, ബില്ലല്ല, അതിൻ്റെ പൗരത്വം വെച്ചോളൂ, സിറ്റിസൺഷിപ്പ് വെച്ചോളൂ. പക്ഷേ ഇത്രയും കുഴയ്ക്കരുത്. ഇത് ചക്ക കുഴയുന്ന പോലെ കുഴച്ച് ആരാണ് പൗരൻ, ആർക്ക് പൗരത്വമില്ല, ഒരു രേഖയ്ക്ക് ചെല്ലുമ്പോൾ പൗരത്വമില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ നാശക്കോട്ടയാക്കുന്ന ഈ പരിപാടി മതിയാക്കണം. അതിൽ നിന്ന് മുക്തമാകണം. പൗരത്വത്തെ സംബന്ധിച്ച് കൃത്യമായൊരു ക്ലാസിഫിക്കേഷൻ
ഇന്ത്യ ഗവൺമെൻറ് ഇറക്കണം. ഇന്ത്യ ഗവൺമെൻറ് ലോകത്തെല്ലായിടത്തും പൗരത്വത്തിൻ്റെ സിറ്റിസൺഷിപ്പ് പല സ്ഥലങ്ങളിലും സിറ്റിസൺഷിപ്പ് കാർഡൊക്കെ കൊടുക്കും. അങ്ങനെ വല്ലതും കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കണം. ബാക്കി ആരെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അല്ലാതെ എല്ലാവരും കൂടെ ഇട്ട് ചക്ക കുഴയ്ക്കുന്നത് പോലെ ദയവായി കുഴയ്ക്കരുത്.